എല്ലാവർക്കും നമസ്കാരം. നമ്മൾ യുദ്ധക്കളത്തിൽ പുതിയൊരു പോരാളി എത്തിയിട്ടുണ്ട്. പുതിയൊരു പോരാളി അല്ല, പഴയ ഒരു പോരാളി തന്നെയാണ്. കുറച്ച് ദിവസം പോരാളി ലീവിലായിരുന്നു. നമ്മുടെ സിജോ ആള് നൈസ, ആള് വന്നിട്ടുണ്ട്. ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പൊ അത്യാവശ്യം ഓക്കെയാണ്. കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ട്. എങ്കിലും ആരും അതൊന്നും കൺസിഡർ ചെയ്യണ്ട എന്നു തുറന്നു പറഞ്ഞുകൊണ്ട് സിജോ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. സിജോയിൽ എനിക്ക് അത്യാവശ്യം പ്രതീക്ഷയുണ്ട്. കപ്പടിക്കും അങ്ങനെയൊന്നുമല്ല, അത്യാവശ്യം ഗെയിം കാര്യങ്ങളൊക്കെ സംസാരിക്കും, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കും ഉണ്ട്. സീരിയസ്ലി നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും അതൊക്കെ വെയിറ്റ് ചെയ്ത് കാണാനേ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് ആരെയും ഒന്നും കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഞാൻ സത്യം പറഞ്ഞാൽ കൂടുതൽ പ്രതീക്ഷിക്കുന്ന ആരും അധികം അവിടെ നിൽക്കുന്നില്ല. ഇപ്പൊ സിബിന്റെ കേസിലായാൽ കൂടി സിബിനിലൊക്കെ ഞാൻ നല്ലൊരു ഹോപ്പ് കണ്ടതാണ്. അത്യാവശ്യം അടിപൊളിയായിട്ടൊക്കെ നമുക്ക് കുറെ കണ്ടന്റുകളും നമുക്ക് കുറെ എന്റർടൈൻമെന്റ് ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ അവനെ കുഴി തോണ്ടി അവൻ പോകുന്ന ഒരു അവസ്ഥയിലോട്ട് സിബിൻ പോയി. അങ്ങനെ വൈൽഡ് കാർഡായിട്ട് വന്നതിൽ ആദ്യം കുറെ പേരങ്ങ് കത്തിത്തീ ഒലിച്ച് നിന്നായിരുന്നു. ഈ പറയുന്ന പോലെ അഭിഷേകായാലും പൂജയായാലും അവരൊക്കെ ഭയങ്കര മാസീവായിട്ട് ഒരു പെർഫോമൻസ് ഒക്കെ ഇട്ടു. പക്ഷെ ആദ്യം മുതലേ നമ്മുടെ സീക്രട്ട് ഏജന്റ് ഓഫായിട്ടിരിക്കുകയാണ്. ആള് ആ ഒരു സ്ട്രാറ്റജി ഇങ്ങനെ പിടിച്ചു പോയാണ്. നൈസായിട്ട് ആരെയും വെറുപ്പിക്കാണ്ട് ഇങ്ങനെ പോവുകയാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയില്ല. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. എന്തായാലും സിജോ വന്നിട്ടുണ്ട്. സിജോ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ സിജോ പറയുന്നുണ്ട്. ലാലേട്ടൻ ഉൾപ്പെടെ കയ്യിൽ പിടിച്ചു ഒരു സോറി പറയാതെ പറഞ്ഞെന്നുള്ള രീതിയിൽ ലാലേട്ടൻ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. സിജോയ്ക്ക് അത് വിഷമമായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് രീതിയിൽ സിജോ അവിടെ നടന്നതും ഹോസ്പിറ്റലിൽ പോയതും ഇനി നടക്കാൻ പോകുന്നതും ഇവിടെ 100 ദിവസം ഞാൻ ഉണ്ടാകുമെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പോരാളി ആയിരിക്കുമെന്നും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഞാനീ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് നമ്മളങ്ങ് മാസീവ് ആവാം. പക്ഷേ നമുക്ക് ഒരു ലിമിറ്റേഷൻ, ഞാൻ പറഞ്ഞത് സൈലന്റ് അറ്റാക്ക് ആയിരിക്കും എപ്പോഴും ബെറ്റർ. അല്ല ഞാൻ നിങ്ങളെ തീർക്കും, ഞാൻ നിങ്ങളെ തുലയ്ക്കും എന്നും പറഞ്ഞ് വീരവാദം മുഴക്കി അതിൽ പേഴ്സണലി എനിക്ക് യോജിപ്പില്ല. നമ്മൾ സൈലന്റ് ആയിട്ടിരുന്ന് അടിക്കേണ്ട സ്ഥലത്ത് പോയിന്റ് നോക്കി അടി കൊടുക്കണം, അതായിരിക്കും. എന്തായാലും സിജോ ഇത്രയും ദിവസം ഇവിടെ നിന്ന് മാറി നിന്നതിന്റെ ഒരു ഇതുണ്ട് സിജോയ്ക്ക്. വന്ന് കയറിയപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളും ഉണ്ട്. പിന്നെ എല്ലാവരും സിജോ അങ്ങ് ഭയങ്കരമായിട്ട് ആനയിച്ച് കയറ്റുവാണ്. ഭയങ്കരമായിട്ട് ഇവൻ ആശുപത്രിയിലായിട്ട് തിരിഞ്ഞു പോലും നോക്കാത്ത ഓരോ പട്ടികളാണ് അവിടെ ഉള്ളത്. മനസ്സിലായ? തിരിഞ്ഞു പോലും നോക്കില്ല. ഒരു പട്ടി കുഞ്ഞു പോലും അവിടെ ചോദിച്ചില്ല നിനക്ക് എന്ത് പറ്റി ഏതായെന്ന്. അത് ലാലേട്ടൻ അന്ന് നോട്ടീസ് ചെയ്ത് പറയുകയും ചെയ്തു. അപ്പോഴെല്ലാവരും കൂടി കൈയും കാലും ഇട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അല്ലാണ്ട് ഒരു പട്ടിക്കുഞ്ഞും സിജോ എന്ത് പറ്റി, നിന്റെ ഹെൽത്ത് ഇഷ്യൂ എന്താ, ഒരു കോക്കനട്ടും ആരും അവിടെ ചോദിച്ചില്ല. അങ്ങനെയുള്ളതെല്ലാം കൂടി ഭയങ്കരമായിട്ട് ആനയിച്ച് വലിച്ച് കയറ്റുകയാണ്. എടാ നിന്റെയൊക്കെ ഉള്ളിൽ റിയൽ ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ്. എവിടെ എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്ന അവിടെ നിന്ന് ഓരോ കണ്ടസ്റ്റന്റ് ഔട്ടായി പോയി അവസാനം കപ്പ് കൊണ്ടുപോവാ പോകുക എന്നുള്ള സാധനമാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പിന്നെ ഇവിടെ ചുമ്മാ ആൾക്കാരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി സിജോ വന്നപ്പോൾ അയ്യോ വന്ന് സിജോ മുത്ത് കെട്ടിപ്പിടി ഉമ്മപ്പ് അത് ഇതൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും സീരിയസിൽ വാട്ടർ ടേസ് ആയിക്കോട്ടെ. എന്തായാലും സിജോ വന്നു. സിജോയുടെ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ കൊള്ളാം. അത്യാവശ്യം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എല്ലാം ഫൈൻ ആണ്. അപ്പോൾ ഇനി സിജോ എന്തായാലും ഈ പറഞ്ഞ പോലെ ഇത്രയും ദിവസം മാറി നിന്നതുകൊണ്ട് തന്നെ പുറത്തുള്ള കാര്യങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് സിജോയ്ക്ക് അറിയാമായിരിക്കും. ഈ പ്രത്യേകിച്ച് ജാസ്മിൻ ഗബ്രി എന്ന് പറയുന്ന രണ്ടുപേരെ പ്രേക്ഷകർ ഏത് രീതിയിലാണ് കാണുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് സിജോയ്ക്ക് അറിയാമായിരിക്കും. അപ്പോൾ സിജോയ്ക്ക് വേണമെങ്കിൽ ഇനി അത് മുതലാക്കി കളിക്കാം. ഈ പറയുന്ന സിബിനും ഇപ്പൊ പുറത്താണ് നിലവിൽ. അതുകൊണ്ട് സിബിനുവിന് പുറത്ത് പോയിട്ട് എന്തായാലും ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വരുമ്പോൾ എന്തായാലും സിബിന് അറിയാൻ പറ്റും. സിബിന്റെയും ആ ഒരു ലെവൽ ഏതാണെന്ന് സിബിന് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് സിബിനും വന്നിട്ട് വേണമെങ്കിൽ ഇനി മാരകമായിട്ടൊരു കളി കളിക്കാം. ഈ പറയുന്ന പോലെ സിബിൻ സിജോ എല്ലാവരും കൂടിയൊക്കെ ഏറ്റുമുട്ടുമ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ ജിൻഡോയും സിജോ ഏറ്റുമുട്ടിയാലും അടിപൊളിയായിരിക്കും. പിന്നെ നമ്മുടെ സായി മാത്രം മൈൻഡ് ഗെയിം കളിച്ച് നൈസായിട്ട് എല്ലാത്തിൻ്റെ ഇടയിൽ കൊളിഞ്ഞു കഴിഞ്ഞ് കയറി പോകുന്നുണ്ട്. ആരുടെയും നെഗറ്റീവ് പിടിച്ചു പറ്റാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തായാലും വാട്ട് എവർ, അത് നല്ലതിലോട്ട് വരട്ടെ. നമുക്ക് സായിയുടെ ആ ഒരു ഗെയിം നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും സിജോ വന്നത് നല്ലൊരു മാറ്റത്തിന് തുടക്കമുണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഗബ്രി ഗോംബയൊക്കെ അടിച്ച് പൊളിച്ച് തരിപ്പണമാക്കി ഒന്ന് നാറെണ്ണത്താക്കിയത് വളരെ സന്തോഷമായിരുന്നു. സീരിയസ്ലി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാണ് കേട്ടോ. സിജോ നിങ്ങളെങ്കിലും അത് ചെയ്യണം. കാരണം പുറത്ത് ഇത്രയും ദിവസം മാറി നിന്നല്ലോ, ഉറപ്പായിട്ട് പുറത്ത് എന്താണെന്ന് സിജോയ്ക്ക് അറിയാൻ പറ്റും. ഏതെങ്കിലും രീതിയിൽ സിജോ അറിഞ്ഞു കാണും. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ ഒരു കോംബോ ഒന്ന് പൊളിച്ചടുക്കിയിരുന്നെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. അത് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹമാണ്. എന്തായാലും ഇതെല്ലാം കണ്ടും കൊണ്ട് വേറൊരുത്ത പുറത്തിരുന്ന് ഇനിയിപ്പോൾ ചോറി യാവൻ റോക്കി ഞാൻ ഇടിച്ചവൻ ദാ വന്നു, എൻ്റെ ഇടിയും വാങ്ങിയിട്ട് അവൻ വന്നു എന്ന് പറഞ്ഞ് അവൻ ചോറി തുടങ്ങും. റോക്കി അധികം താമസിക്കാതെ തന്നെ റോക്കിയുടെ ചൊറിച്ചിൽ അങ്ങോട്ട് തുടങ്ങും. അത് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും റോക്കി, നീ ഒരുത്തനെ ഇടിച്ച് ഇതാക്കി, നീ അതിൽ മാസ് കണ്ടെത്തുന്നവനാണ്. നീ ഇടിച്ച് മാസായി എന്നാണ്
പക്ഷെ നീ 6 വർഷം കാത്തിരുന്ന ഷോയിൽ നിന്നാണ് നീ പുറത്തു പോയത്. അതിനുള്ള ബോധമെങ്കിലും വേണം. എന്തായാലും റോക്കി ഇനിയിപ്പോൾ സിജോ കയറിയ സ്ഥിതിക്ക് നേരത്തെ 10 ലക്ഷം രൂപയ്ക്ക് അവൻ കുടിച്ച ബോട്ടിൽ വിൽക്കാനാണ് പോയത്. ഇനി അവൻ എന്തെങ്കിലും എടുത്തിട്ട് വിൽക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി അടുത്ത മാസം കാണിക്കാൻ വേണ്ടി ഞാൻ പോയ അത് 20 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അടുത്തിറങ്ങും. എന്തായാലും കൊള്ളാൻ നടക്കട്ടെ. റോക്കി എന്തായാലും എന്തെങ്കിലും പ്രതികരിക്കാതിരിക്കില്ല. കാരണം ഇപ്പം തന്നെ റോക്കിയുടെ ഡെയിലിയുള്ള സ്റ്റോറിയിൽ ഓരോരുത്തരെ പിടിച്ചിട്ട് ഊക്കുന്നുണ്ട്. ജാസ്മിനെ ഊക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ, സത്യം സീരിയസ്ലി പറയാം. കാരണം പ്രേക്ഷകർ, നമ്മൾ ജനങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത 2 കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ ഗബ്രി. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇറിറ്റേറ്റീവ് ആണ്. ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള 2 ആൾക്കാരല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇറിറ്റേറ്റീവ് ആണ്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ റോക്കിയുടെ ഒരു പ്രതികരണം ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും സിജോയ്ക്കെതിരെ. അല്ലെങ്കിൽ റോക്കി എന്തെങ്കിലും പ്രതികരിക്കാതിരിക്കില്ല, അത് ഉറപ്പാണ്. റോക്കിയുടെ സ്വഭാവം കയ്യിലിരിപ്പം വെച്ചിട്ട് എന്തെങ്കിലും അവൻ വിളിച്ച് പറയും. അതെന്തായാലും പ്രതീക്ഷിക്കുന്നു. സിജോ എങ്കിലും കൂടുതൽ നല്ല ഗെയിം കളിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ സിബിനും തിരിച്ചു വരട്ടെ. പിന്നെ പൂജയുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്ന് അറിയത്തില്ല. പൂജയും വേഗം തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മിഡ് എവിക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ 2 എണ്ണത്തിനെയും പറഞ്ഞങ്ങ് വിടുക, ജാസ്മിനെയും ഗബ്രി. ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ജാസ്മിന് ഹെൽത്ത് ഇഷ്യൂ ആയിട്ടൊക്കെ പുറത്തു പോയി. ഇതിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ജാൻമണി അവിടെ നിന്ന് പുറത്തായതിനു ശേഷം എല്ലാവരും ഓരോ വഴിക്ക് പോവുകയാണ്. ഈ കുറേ കമൻസും കണ്ട് ജാൻമണിയുടെ പ്രാക്കാണെന്നും കണ്ട് എനിക്ക് ചിരി വന്നു സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ടപ്പോൾ. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തോ ആയിക്കൊണ്ട് പോട്ടെ. എന്തായാലും നല്ല നല്ല കണ്ടന്റുകളും കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നു. നല്ലത് വരട്ടെ. എല്ലാവരും കളിക്കട്ടെ, എല്ലാവരും അടിപൊളിയായിട്ടിരിക്കട്ടെ. ദയവ് ചെയ്ത് വരുന്ന ആരെങ്കിലും പുറത്തൊക്കെ പോയിട്ട് വരുന്നുണ്ടല്ലോ, മെഡിക്കൽ ഇഷ്യൂ ആയിട്ടൊക്കെ പുറത്ത് പോയിട്ട് വരുന്നവർ എന്തെങ്കിലും അടുത്ത് വരുമ്പോഴെങ്കിലും മാസമായിട്ട് വരിക, മാസമായിട്ട് വന്നിട്ട് നന്നായിട്ട് കളിക്കുക. സിബിനായാലും പോയിട്ട് വേഗം വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നിന്റെ പവർ ആ ഒരു ഇതിലുണ്ടായിരുന്ന നിന്റെ അധികാരവും ഈ പറയുന്ന പോലെ ഡയറക്റ്റ് നോമിനേഷനിലൊക്കെ പോയതിൻ്റെയൊക്കെ നമുക്ക് റിക്കവറായി വരും. അത് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം സെറ്റാവും. എന്തായാലും വന്ന് കളിക്കട്ടെ. സിജോയും വന്നിട്ടുണ്ട്, എല്ലാവരും കൂടി കളിക്കട്ടെ. സത്യം പറഞ്ഞാൽ ഐ മിസ് റിയലി റോക്കി. ഞാനുള്ള കാര്യവും പറയാം, ഓപ്പണായിട്ട് പറയാം. നീ കാണിക്കുന്നതൊക്കെ ഒരു സത്യം പറഞ്ഞാൽ എനിക്ക് മാസീവായിട്ടല്ല റോക്കി ഓരോ പരിപാടി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് കോമഡി ആയിട്ടാണ് തോന്നിയത്. സീരിയസ്ലി കോമഡി ആയിട്ടാണ് തോന്നി. ഇവ ഇടിക്കണം ഒഴിച്ച് ബാക്കിയെല്ലാം അവൻ പറയുന്നതും ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ചിരിയാണ്. നമുക്ക് എന്റർടൈൻമെന്റ് ആയിരുന്നു. അത് സീരിയസ്ലി ഉള്ള കാര്യം പറയാം, എന്റർടൈൻമെന്റ് ആയിരുന്നു. ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയാമല്ലോ. എനിക്ക് ചിരിയാണ് പറഞ്ഞത്. അവൻ മാസ് കാണിക്കുമ്പോൾ എനിക്ക് ചിരിയാണ് പറഞ്ഞത്. ഏത് നമ്മുടെ ഈ സിനിമ കണ്ടില്ലേ, ആവേശത്തിൽ ഫഹദ് മാസ് കാണിക്കുമ്പോൾ നമുക്ക് ചിരി വരത്തില്ലേ, ആ ഒരു ടൈപ്പായിരുന്നു എനിക്ക് റോക്കിയിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും വാട്ട് എവർ ഇറ്റ് ഈസ്, നിന്റെ ഒരു ഇടി കാരണമാണ് ഇതെല്ലാം ഈ കഞ്ഞിയും പാത്രമായത്. എന്തായാലും ഈ സീസൺ മൊത്തം മൊത്തം എല്ലാവരും വയ്യാതാകുന്നു, പുറത്തു പോകുന്നു, അകത്ത് വരുന്നു, ഇങ്ങ് എല്ലാം 4 വാക്കായിട്ട് കിടക്കുന്നുണ്ട്. നോക്കട്ടെ, വാട്ട് എവർ. എന്തായാലും സിജോയിലാണ് ഇനി അടുത്ത പ്രതീക്ഷ എന്ന് വെച്ചാൽ ഓവർ പ്രതീക്ഷ ഒന്നും എനിക്കില്ല. എന്തായാലും എല്ലാവരും കളിക്കട്ടെ, കളിക്കുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും, കളിക്കുന്നവർ കളിക്കട്ടെ. ന്യായമായ കാര്യങ്ങൾ നമ്മൾ നിഷ്പക്ഷമായി പറയും. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.